മന്ത്രം AP അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ദില്ലിയിൽ രാവിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വികസനവുമായി ബന്ധപ്പെട്ട് കേരള യാത്രയിൽ ശേഖരിച്ച വിവരങ്ങൾ പ്രധാനമന്ത്രിക്ക് കൈമാറിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഓരോ പ്രദേശത്ത് എത്തുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അതേ കോപ്പി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും കൊടുക്കണമെന്നുള്ള തീരുമാനപ്രകാരം അദ്ദേഹത്തിൻ്റെ സമയം വാങ്ങി ഇന്ന് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി അദ്ദേഹം ആലോചിക്കാം, അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, രാഷ്ട്രീയം ചർച്ചയായില്ലെങ്കിൽ പോലും ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു അല്ലേ? പിന്നെ തീർച്ചയായും രാഷ്ട്രീയം ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് അബൂബക്കർ മുസ്ലിയാർ പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു തരത്തിലുള്ള കാര്യമില്ല. താൻ നടത്തിയ കേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അത് ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും കൈമാറാൻ തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി മാത്രമാണ് ദില്ലിയിലെത്തിയ നരേന്ദ്രമോദിക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നാണ് അബൂബക്കർ മുസ്ലിയാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെയാണ് ദില്ലിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സമ്മിറ്റുമായി ബന്ധപ്പെട്ട് ചില തിരക്കുകളുണ്ടായിരുന്നു. ഏതാണ്ട് 5 മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച നീണ്ടതെന്നാണ് വ്യക്തമാക്കുന്നത്. കേരളത്തിലെ റോഡ് വികസനം വളരെ നന്നായാണ് നടന്നിരിക്കുന്നത്. വിമാനത്താവളങ്ങളിലും വേണ്ട നടപടികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനമായും എടുത്തു കാണിക്കേണ്ട ഒരു കാര്യമെന്നത് അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ബ്രാഞ്ച് ആരംഭിച്ചിട്ട് കുറേയധികം ദിവസമായി. പക്ഷേ അതിനകത്ത് മറ്റൊരു നടപടികളും പിന്നീട് സർക്കാർ സ്വീകരിച്ചിട്ടില്ല. എത്രയും വേഗം അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള ആവശ്യം കൂടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പ്രധാനമന്ത്രിക്ക് മുമ്പാകെ വെച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾ ഒന്നും തന്നെ ചർച്ചയായില്ല. കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് ചെയ്യാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയതായിട്ടും എന്തായാലും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുമോ എന്നൊരു ചോദ്യം കൂടി ചോദിച്ചു. അക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള മറുപടിയാണ് നൽകിയത്. രാഷ്ട്രീയ സന്ദർശനമല്ല, കേവലം കേരളത്തിൽ സംഭവിക്കുന്ന വിഷയങ്ങൾ അത് ബോധിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് എത്തിയ സന്ദർശനം എന്ന് പറയുമ്പോഴും ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണെന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. വിനീത.